പ്ലസ് എന്ന വിദ്യാഭ്യാസ ചാനലിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ക്യൂൻസ് തന്നെയാണ് ഞങ്ങളുള്ളത്. ക്യൂൻസ് ഏതാനും കാഴ്ചകളും വിശേഷങ്ങളും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു. പുതിയ കാഴ്ചകൾക്കും വിശേഷങ്ങൾക്കുമായി നാം ഇതാ ക്യൂൻസ് ഇറങ്ങുകയാണ്. ഇന്നലെ നമ്മൾ കണ്ട തടാകം തന്നെയാണിത്. ന്യൂസിലാൻഡിലെ സൗത്ത് ഐലൻഡിലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒട്ടാഗോയിലെ ഒരു റിസോർട്ട് പട്ടണമാണ് ക്യൂൻസ് ടൗൺ. ക്യൂൻസ് ടൗണിനോട് അനുബന്ധിച്ചുള്ള നഗരപ്രാന്ത പ്രദേശങ്ങളാണ് കർണൽ ഹിൽ, സൺഷൈൻ ബേ, ക്യൂൻസ് ടൗൺ ഹിൽ, ഓൾഡ് ഫീൽഡ് ഹൈറ്റ്സ്, മറീന ഹൈറ്റ്സ്, കെൽവിൻ ഹൈറ്റ്സ്, ആദേഴ്സ് പോയിന്റ്, ഫ്രാങ്ക്ടൺ എന്നിവ. ആരോ ടൗൺ, ക്രോസ്ബേൺ, ഡേയ്സ്ഫീൽഡ്, ഗിഫ്റ്റൺ, ജാസ് പോയിന്റ്, ആൻലീസ് ഫാം, പെയിൻസ് ക്രീക്ക്, ലേക്ക് ഹെയ്സ്റ്റ് എസ്റ്റേറ്റ്, ഷോട്ടോവർ കൺട്രി, ക്വൈൽ റൈസ് എന്നീ പ്രദേശങ്ങൾ തൊട്ടടുത്തു കിടക്കുന്നു. ക്യൂൻസ് ജില്ലയുടെ ആസ്ഥാനവും ഏറ്റവും വലിയ പട്ടണവുമാണിത്. വക്കാട്ടിപ്പു തടാകത്തിൻ്റെ വടക്കു പടിഞ്ഞാറൻ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം ഹിമങ്ങളാൽ രൂപം കൊണ്ട നീളമേറിയതും നേർത്തതും ആകൃതിയിലുള്ള ഒരു തടാകമാണ്. കൂടാതെ അടുത്തുള്ള പർവ്വതങ്ങളായ ദി റിമാർക്കബിൾസ്, സെസിൽ പീക്ക്, വാട്ടർ പീക്ക്, പട്ടണത്തിന് തൊട്ടുമുകളിലുള്ള ബെൻ ലോമണ്ട് എന്നിവയും കാണാം. ക്യൂൻസ് ടൗൺ അതിൻ്റെ ടൂറിസം ബിസിനസ്സുകൾക്ക്, പ്രത്യേകിച്ച് സാഹസിക വിനോദസഞ്ചാരത്തിനും സ്കീ ടൂറിസത്തിനും പേര് കേട്ടതാണ്. ക്യൂൻസ് ടൗൺ നഗരം ഒരു വിനോദസഞ്ചാര കേന്ദ്രമായതിനാൽ ഭൂമിയുടെ അഭാവം, വിദേശികൾക്കും നിക്ഷേപകർക്കുമുള്ള അഭിലഷണീയത തുടങ്ങിയ ഘടകങ്ങൾ കാരണം ക്യൂൻസ് ടൗൺ പ്രദേശത്തെ പാർപ്പിട ഭവനങ്ങൾ ചെലവേറിയതാണ്. 2017 തുടക്കത്തോടെ ഓക്ലാൻഡിനെ മറികടന്ന് ന്യൂസിലാൻഡിൽ ഏറ്റവും പ്രോപ്പർട്ടി വിലയുള്ള സ്ഥലമായി ക്യൂൻസ് ടൗൺ മാറുകയായിരുന്നു. ഡിസംബറിൽ ക്യൂൻസ് ടൗൺ പ്രദേശത്തെ ഒരു വീടിൻ്റെ വില ശരാശരി $1,00,000 ന്യൂസിലാൻഡ് ഉയർന്നു. 2016 2019 ഇടയിൽ ക്യൂൻസ് ടൗണിലെ ശരാശരി വാടക വീണ്ടും ഉയരുകയായിരുന്നു. 2022 നവംബറോടെ ലേക്ക് ഡിസ്ട്രിക്റ്റിലെ ശരാശരി വീടിന് $1.7 മില്യൺ ന്യൂസിലാൻഡ് ചെലവ് വരുന്നതായി റേഡിയോ ന്യൂസിലാൻഡ് റിപ്പോർട്ട് ചെയ്തു. വീടുകൾക്ക് വാടക തന്നെ അതിഭീമമായി ഉയർന്നു. ഒരു 3 ബെഡ്റൂം വീടിൻ്റെ വാടക $800 ആഴ്ചയ്ക്ക്. ഒറ്റ ബെഡ്റൂമുള്ള ഒരു വീടിന് $500 അതിലധികമോ വരുന്നു. ഇതാ ഇവിടെ നമ്മൾ എത്തിയിരിക്കുന്നത് ക്യൂൻസ് ടൗൺ തടാകത്തിൻ്റെ കരയിലാണ്. ഇവിടെ തടാകത്തിൽ നീന്തിക്കളിക്കുന്ന താറാവുകളെ കാണാം, സീഗൾസ് ഉണ്ട്, അതുപോലെ ധാരാളം ബോട്ടുകളൊക്കെ നങ്കൂരമിട്ടിരിക്കുന്നത് കാണാം. വശ്യമായ സുന്ദരമായ ഒരു കാഴ്ചയാണ് നമുക്ക് തടാകവും തടാകക്കരയും ഒരുക്കുന്നത്. തടാകക്കരയിൽ നിന്നും നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു സാഹസിക വിനോദ കേന്ദ്രത്തിലാണ്. ഷോട്ട് ഓവർ ജെറ്റ് എന്നറിയപ്പെടുന്ന ഒരു ബോട്ട് സവാരിയാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് നോക്കാം.
5-8 പേർക്ക് മാത്രം ഇരിക്കാവുന്ന ഒരു കുഞ്ഞു ബോട്ടിൽ അതിവേഗതയിൽ തിരിഞ്ഞും മറിഞ്ഞുമുള്ള ഒരു ബോട്ട് യാത്രയാണ്. ഞങ്ങളുടെ ആ ഷോർട്ട് ഓവർ ജെറ്റ് ഒരു എപ്പിസോഡായി നമ്പർ 99 എന്ന എപ്പിസോഡിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കാണാവുന്നതാണ്. ഷോർട്ട് ഓവർ ജെറ്റ് ഈവൻറ്റിനുള്ള ഊഴം കാത്ത് നിൽക്കുകയാണ് നമ്മൾ. പക്ഷേ ഇവന് പങ്കെടുക്കാൻ പറ്റില്ല. ഈവൻറ്റിൽ പങ്കെടുക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 7 വയസ്സാണ്. ഇവന് 7 വയസ്സ് തികഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ദുഃഖത്തിലാണ് ഇവൻ. ഈ ഒരു മരം എന്തൊരു ഭംഗിയാണ് ഇതിന്. അതുപോലെ ധാരാളം ചെടികളും പൂക്കളും ഒക്കെ ഇവിടെ കാണാം. തടാകത്തോടനുബന്ധിച്ചുള്ള ഒരു ക്രീക്കിലാണ് ഈ ഇവൻ്റ് ഇവിടെ നടക്കുന്നത്. ഷോർട്ട് ഓവർ ജെറ്റിന് തയ്യാറായിട്ടുള്ള പാർട്ടിസിപ്പൻസ് ഒക്കെ ഇവിടെ കാത്തു നിൽക്കുകയാണ്. ഇതിനൊരു ആകാംക്ഷയിലാണ് അവർ. ഇത്തിരി റിസ്ക് ഉള്ളത് കൊണ്ട് എല്ലാവർക്കും ഒരു ആകാംക്ഷയൊക്കെയുണ്ട്. ഷോർട്ട് ഓവർ ജെറ്റിൽ പങ്കെടുക്കാൻ കുറേയധികം പേരുള്ളത് കൊണ്ട് കുറച്ച് വൈകുമെന്നാണ് തോന്നുന്നത്. അതിന് തയ്യാറാവാനും കുറച്ച് സമയം വേണ്ടി വരും. എല്ലാവരും കാത്തിരിക്കുകയാണ്. ക്വീൻസ്റ്റൗൺ തടാകങ്ങൾ ജില്ലയുടെ സമ്പദ് വ്യവസ്ഥയിൽ ഒരു പ്രധാന സംഭാവനയാണ് ക്വീൻസ്റ്റൗണിന് നൽകുന്നത്. ക്വീൻസ്റ്റൗണിൻ്റെ ഭൂപ്രദേശത്തെക്കാളും വലുതാണ് ഇതിൻ്റെ തടാക പ്രദേശം. ഇവിടെ ഒരു ചെറിയ പൂന്തോട്ടമുണ്ട്. അതുപോലെ തന്നെ ഒരു പുൽമേടുണ്ട്. തടാക തീരത്ത് സമുദ്രനിരപ്പിൽ നിന്ന് 310 മീറ്റർ, അതായത് 1020 അടി ഉയരത്തിൽ സ്കീ സ്നോ ബോർഡിംഗ് കേന്ദ്രത്തിന് താരതമ്യേന താഴ്ന്ന ഉയരത്തിലാണ് ഈ പട്ടണം. പക്ഷേ പർവ്വതങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. പ്രത്യേകിച്ചും നഗരത്തിൻ്റെ തെക്കുകിഴക്കായി ദ റിമാർക്കബിൾസിൻ്റെ മനോഹാരിതയാണ് മുഖ്യ ആകർഷണം. തടാകത്തിന് താഴെയാണ് ആഴത്തിലുള്ള കവരാവു തോട് സ്ഥിതി ചെയ്യുന്നത്. കൃഷിക്ക്, പ്രത്യേകിച്ച് മുന്തിരി കൃഷിക്ക് അനുയോജ്യമായ സമതലങ്ങളാണ് സമീപത്തുള്ളത്. സെൻട്രൽ ഒട്ടാഗോ വൈൻ മേഖലയുടെ ഹൃദയത്തോട് ചേർത്താണ് ക്വീൻസ്റ്റൗൺ സ്ഥിതി ചെയ്യുന്നത്. ന്യൂസിലാൻഡിൻ്റെ ഉപരിതല വിസ്തീർണമനുസരിച്ച് 3ാമത്തെ ഏറ്റവും വലിയ തടാകമായ വകാട്ടിപ്പു തടാകത്തിൻ്റെ തീരത്താണ് ക്വീൻസ്റ്റൗൺ. നിരവധി ബിസിനസ്സുകളും അപ്പാർട്ട്മെൻറ്റുകളും വീടുകളും അടങ്ങിയതാണ് സെൻട്രൽ ക്വീൻസ്റ്റൗൺ. തടാകത്തിൻ്റെ വടക്കുകിഴക്കൻ വളവിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. അവിടെ ഒരു ചെറിയ ഭുജം ഫ്രാങ്ക്ടൺ ആം തടാകത്തിനോട് അതിൻ്റെ പ്രധാന കൈവഴിയായ കവാരവു നദിയുമായി ചേരുന്നു. പട്ടണത്തിൻ്റെ മധ്യഭാഗം വടക്കൻ തീരത്താണ്. ഫ്രാങ്ക്ടൺ ആം തടാകത്തിൻ്റെ പ്രധാന ഭാഗവുമായി ഇത് ബന്ധിപ്പിക്കുന്നു. ഷോർട്ട് ഓവർ ജെറ്റിൻ്റെ ഒരു മോഡലാണ് ഇവിടെ കാണുന്നത്. ഫ്രാങ്ക്ടൺ ആംസിൻ്റെ തെക്കൻ തീരം കെൽവിൻ പെനിൻസുലയായി രൂപാന്തരപ്പെടുന്നു. ഇതിനകം നമ്മുടെ ഷോർട്ട് ഓവർ ജെറ്റ് കഴിഞ്ഞ് എല്ലാവരും വന്നിരിക്കുകയാണ്. ഈ ഒരു വീക്കിലൂടെയാണ് ഷോർട്ട് ഓവർ ജെറ്റ് ഇതിലൂടെയാണ് വിദഗ്ധമായി ഓടിച്ച് കൊണ്ടുപോകുന്നത്. ഷോർട്ട് ഓവർ ഇവൻ്റ് നിങ്ങൾക്ക് എപ്പിസോഡ് 99 കാണാവുന്നതാണ്. തടാകത്തിൽ നിന്നുള്ള മാർഗമധ്യേ ക്വീൻസ്റ്റൗണിൽ ഇറങ്ങിയതാണ്. ഇവിടെ ഒരു സ്കൂളിൻ്റെ വാർഷികം നടക്കുകയാണെന്ന് തോന്നുന്നു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരുമൊക്കെ അടങ്ങിയ കലാപരിപാടിയാണ് ഇവിടെ നടക്കുന്നത്.
അവിചാരിതമായി ഇവിടെ ഇപ്പോൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് ഇവരെയാണ്. And then on the count of three, we're gonna wave them around for Merry Christmas. Alright, 1, 2, 3, Merry Christmas! Yay! Thank you! Wow! Hey, I've been looking for one of my reindeers and found the runner. If you see a reindeer with a red nose, let me know. His name is Rudolph. Our next dance is going to be the Highland Reel. Now these girls have been probably one of my longest standing girls. A lot of these girls travel around the country to perform their competitions, some nationally, regionally, locally. We're always out fundraising to get these girls to be the best they can be, so lots of raffles and things going on. If you ever see us down at the waterfront with the pipe band on a Thursday night, come and chuck a gold coin and it'd be great. Yes, so that's great. We'll just see what's happening with the music. Just turn back. കലാപരിപാടികൾ ഓരോന്നായി വേദിയിലും വേദിക്കുപ്പുറത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ.
കലാപരിപാടികളിവിടെ അവസാനിക്കുന്നില്ല, എങ്കിലും നിങ്ങൾക്ക് പോകേണ്ടതുണ്ട്. തൽക്കാലം കലാപരിപാടികൾ ഞങ്ങളിവിടെ പോവുകയാണ്. അടുത്തതായി നാം എത്തുന്നത് ഒരു മ്യൂസിയത്തിലേക്കാണ്. ലേക്ക് ഡിസ്ട്രിക്ട് മ്യൂസിയം. കിങ്സ്റ്റൗണിനടുത്തുള്ള ആരോ ടൗണിലാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. നാം ഇതാ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ചരിത്രപ്രസിദ്ധമായ സ്വർണ്ണഖനന നഗരമായ ആരോ ടൗണിലാണ് അവാർഡ് നേടിയ ലേക്ക് ഡിസ്ട്രിക്ട് മ്യൂസിയം സ്ഥാപിച്ചിരിക്കുന്നത്. കൂടാതെ വക്കാഡിപ്പു ജില്ലയിലെ ആദ്യകാല ജീവിതത്തിൻ്റെ ആദ്യകാല ചിത്രം ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. തെക്കൻ മാവേലി യൂറോപ്യൻ സെറ്റിൽമെൻറ്റ് 1800കളുടെ മധ്യത്തിലെ ആവേശകരമായ ഗോൾഡ് റഷ് കാലഘട്ടം എന്നിവ ഇവിടെ ചിത്രീകരിക്കുന്നു. മാറിക്കൊണ്ടിരിക്കുന്ന കലയും ചരിത്രവുമായി ബന്ധപ്പെട്ട പ്രദർശനങ്ങൾ കാണിക്കുന്ന ഒരു ഗാലറിയും ഇവിടെയുണ്ട്. Can I photograph here? You can, but not flash. Without flash, okay. താങ്ക് യു. മികച്ചൊരു ബുക്ക് സ്റ്റാളും ഒരു ബുക്ക് ഷോപ്പും ഇതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്നു. ആരോ ടൗണിൻ്റെ ഇൻഫർമേഷൻ ആൻഡ് ബുക്കിംഗ് സെൻ്ററാണ് മ്യൂസിയം. കൂടാതെ ഇൻ്റർനെറ്റ് കിയോസ്കും. എല്ലാ പ്രായക്കാർക്കും യോജിച്ചതാണ് ഈ മ്യൂസിയം. എല്ലാ മുക്കിലും മൂലയിലും ഇരിക്കുന്ന വസ്തുക്കൾ നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആരോ ടൗണിൻ്റെ ഒരു ഇൻഫർമേഷൻ സെൻ്റർ കൂടിയാണ് ഈ മ്യൂസിയം. മകരോറ മുതൽ കിങ്സ്റ്റൺ വരെ 8719 കിലോമീറ്റർ സ്ക്വയർ വ്യാപിച്ചു കിടക്കുന്ന കിങ്സ്റ്റൗൺ ലേക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ ചരിത്രം ലേക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ മ്യൂസിയവും ഗാലറിയും പ്രദർശിപ്പിക്കുന്നു. ബക്കിംഗ്ഹാം സ്ട്രീറ്റിലെ 3 ചരിത്ര കെട്ടിടങ്ങൾക്കുള്ളിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഈ മ്യൂസിയം പുരാവസ്തുക്കളും പ്രദർശനങ്ങളും പ്രാദേശിക കഥകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പുനർനിർമ്മിക്കപ്പെട്ട ഗ്രോക്ക് ഷാൻഡി, വിക്ടോറിയൻ സ്കൂൾ ഹൗസ്, വർക്ക്ഷോപ്പ് എന്നിവ പര്യവേക്ഷണം ചെയ്യാനും കിങ്സ്റ്റൗൺ ലേക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ സാമൂഹ്യ സാംസ്കാരിക ചരിത്ര പാരമ്പര്യത്തെക്കുറിച്ച് അറിയാനും ഇത് ഉപകരിക്കുന്നു. മനോഹരമായ ആരോ ടൗണിൻ്റെ ഹൃദയഭാഗത്താണ് ലേക്ക് ഡിസ്ട്രിക്ട് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഈ മനോഹരമായ ജില്ലയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള പുരാവസ്തുക്കളുടെയും വിവരങ്ങളുടെയും അതിശയകരമായ ശേഖരം മ്യൂസിയത്തിലുണ്ട്. നഗരത്തിലെ ഒരു പ്രധാന ബാങ്ക് ഉൾപ്പെടെ 3 ചരിത്രപരമായ കെട്ടിടങ്ങൾക്ക് ചുറ്റുമാണ് മ്യൂസിയ സമുച്ചയം സജ്ജീകരിച്ചിരിക്കുന്നത്. Very good afternoon. Nice to meet you. We are from India. Sorry? We are from India. Oh, very Kerala. nice. How long are you here for? Oh, my son is working here. Oh, very nice. Yeah. And so, are you staying? Where are you staying? In We are Arrowtown? for 3 months we are staying here. Nice. In Arrowtown or Queenstown? No, we are Auckland. Oh, okay. All right. How long are you in the South Island for? I was a teacher. Now I am retired. Yeah. Now my son he invited us. My wife is with me. Yeah. My daughter is and Yes. their children are there. Nice. Yeah. My son-in-law is. So he lives in Auckland. My son is living in Yeah, Auckland. yes, He's nice. working there Yeah. as an engineer. Oh, okay. Oh, wonderful. Oh, that's very nice. Have you any objection to publish in YouTube? It's fine. Huh? It's fine. Fine. Okay. Thank you. Thank you for your kind mind. നമുക്കിവിടെ കാണാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് ഇത്തിരി സമയം കൊണ്ട് കുറച്ച് ഫാസ്റ്റായിട്ട് കാണുകയാണ്.
പ്രദർശനങ്ങൾ ആദ്യകാല മാവോറികളുടെയും യൂറോപ്യൻ കുടിയേറ്റക്കാരുടെ കഠിനമായ പയനീർ ദിനങ്ങളുടെയും 1800 മധ്യം മുതൽ അവസാനം വരെയുള്ള ആവേശകരമായ സ്വർണ്ണാന്വേഷണ കാലഘട്ടത്തിൻ്റെയും ആധികാരിക ചരിത്രം അവതരിപ്പിക്കുന്നു. കലയും ചരിത്രവുമായി ബന്ധപ്പെട്ട എക്സിബിഷനുകളുടെ മാറിക്കൊണ്ടിരിക്കുന്ന പ്രദർശനം കാണിക്കുന്ന ഒരു അറ്റാച്ച്ഡ് ബുക്ക് ഷോപ്പും അറ്റാച്ച് ചെയ്ത പ്രത്യേക എക്സിബിഷൻ ഗാലറിയും മ്യൂസിയത്തിലുണ്ട്. ആരോ ടൗണിൻ്റെ വിവരങ്ങളും ബുക്കിംഗ് കേന്ദ്രവുമാണ് മ്യൂസിയം. കൂടാതെ താമസ സൗകര്യങ്ങളെക്കുറിച്ചും നടത്തം സൈക്ലിംഗ് ട്രാക്കുകളെക്കുറിച്ചുമുള്ള വിവരങ്ങളും ഇവിടെ നിന്ന് കിട്ടുന്നു. നമ്മൾ ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഈ പ്രദർശനങ്ങൾ ഒരു വിഹക വീക്ഷണത്തോടെ കണ്ട് തീർത്തിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. Very welcome. Enjoy the rest of your holiday. Okay, thank you. Thank you. Your good name, please. Pardon? Your good name, please. My name? Denise. Denise. Yes. My name is Kasim. Hello, Kasim. Hello. Channel's name is A Pulse to A Plus. Pardon? A Pulse to A Plus. Okay. Thank you. Thank you. മ്യൂസിയത്തോട് വിട പറഞ്ഞ് ഇറങ്ങുകയാണ്. ഇന്ന് കിങ്സ്റ്റൗൺ വിടുകയാണ്. കൂടുതൽ സ്ഥലങ്ങളിലെ കാഴ്ചകളും വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇപ്പോൾ വിടാം.